കേരളത്തിൽ നടന്ന MSC എൽസാത്രി അപകടം വിശദമായി നമുക്ക് നോക്കാം. 2025 മെയ് 25 കൊച്ചിക്ക് സമീപം ലൈബീരിയൻ ചരക്ക് കപ്പലായ MSC എൽസാത്രി കപ്പൽ കടലിൽ മുങ്ങി. ഈ കപ്പലിൽ 640 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതിൽ 13 അപകടകരമായ രാസവസ്തുക്കളും 12 കാൽസ്യം കാർബൈഡും ഉൾപ്പെടുന്നു. കൂടാതെ 84.44 ടൺ ഡീസലും 367.1 ടൺ ഫർണസ് ഓയിലും കപ്പലിൽ ഉണ്ടായിരുന്നതായും അറിയിച്ചു. കപ്പൽ മുങ്ങിയതോടെ എണ്ണ ചോർച്ചയും കണ്ടെയ്നറുകൾ കടലിൽ ചിതറുകയും ചെയ്തു. ഇതിന്റെ ഫലമായി കണ്ടെയ്നറുകൾ തീരത്തെത്തുകയും പരിസ്ഥിതി മലിനീകരണവും പൊതുജന ആരോഗ്യ ഭീഷണിയും ഉയർന്നു വരികയും ചെയ്തു. കാൽസ്യം കാർബൈഡ് വെള്ളത്തിൽ കലർന്നാൽ ഹൈ ഫ്ലെയിമബിൾ അസറ്റലൈൻ ഗ്യാസ് ആണ് സൃഷ്ടിക്കുന്നത്. അതിനാൽ തീപിടുത്ത സാധ്യതയും പരിഗണിക്കേണ്ടതാണ്. കൂടാതെ ഇത് മത്സ്യബന്ധന മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഈ അപകടത്തിന് കാരണം കപ്പലിന്റെ സ്ഥിരത കുറവാണോ അതോ ലോഡിംഗ് പിശകാണോ എന്നതിൽ വ്യക്തതയില്ല. ചില റിപ്പോർട്ടുകൾ പ്രകാരം കപ്പലിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നും പറയപ്പെടുന്നു. പക്ഷേ കൃത്യമായ കാരണം എന്താണെന്ന് വ്യക്തമാക്കാൻ സമയമേറെ എടുക്കും. ഭാഗ്യവശാൽ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരെയും സുരക്ഷിതമായി രക്ഷിക്കാൻ സാധിച്ചു. കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് ഇന്ത്യൻ അതോറിറ്റികൾ ശക്തമായ ഓയിൽ സ്പിൽ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്താണ് ആ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ICGS സാക്ഷ്യം എന്ന പെട്രോളിംഗ് കപ്പലും മറ്റു ഓഫ്ഷോർ പെട്രോൾ വെസൽസും ഉടൻ സ്ഥലത്തെത്തിച്ചു. ഓയിൽ സ്പിൽ ഡിസ്പേഴ്സൻ സ്പ്രേ ചെയ്ത് ഓയിലുകളെ ചെറിയ കണങ്ങളായി നിയന്ത്രിച്ചു. ഇൻഫ്രാറെഡ് ക്യാമറയുടെ സഹായത്തോടെ എണ്ണയുടെ വ്യാപനം കണ്ടെത്താനും നിയന്ത്രിക്കാനും ശ്രമിച്ചു. സമുദ്രപ്രഹരി പോലെയുള്ള വലിയ റെസ്പോൺസ് വെസൽസ് സ്ഥലത്തെത്തിച്ച് 24 മണിക്കൂറും പെട്രോൾ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപകടകരമായ പ്രദേശമായ 20 നോട്ടിക്കൽ മൈലിനുള്ളിൽ മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുന്നു. തീരത്ത് കണ്ടെയ്നറുകൾ കാണുന്നവർ 200 മീറ്ററിൽ അകലം പാലിച്ച് അധികൃതരെ അറിയിക്കണമെന്നാണ് നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. വിഴിഞ്ഞം മുതൽ കൊച്ചി വരെ കണ്ടെയ്നറുകളുടെ വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഓയിൽ സ്പിൽ അപകടങ്ങൾക്ക് ദീർഘകാല ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ഗുരുതരമായി ബാധിക്കുന്നതാണ്. ഈ സംഭവത്തിൽ കോസ്റ്റ് ഗാർഡിന്റെയും സംസ്ഥാന അതോറിറ്റികളുടെയും വേഗത്തിലുള്ള ഇടപെടൽ പ്രശംസനീയമാണ്. പക്ഷേ ഈ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കടൽ ഗതാഗതത്തിൽ കൂടുതൽ സംരക്ഷാ മാനദണ്ഡങ്ങളും ജാഗ്രതയും അനിവാര്യമാണ്. എണ്ണച്ചോർച്ചകളും ഇത്തരം ഷിപ്പിംഗ് അപകടങ്ങളും നമ്മുടെ എക്കോസിസ്റ്റത്തിനെ ദൈർഘ്യമേറിയ വിധത്തിൽ ബാധിക്കും. ഇന്നത്തെ ഈ സംഭവം നമുക്കൊരു മുന്നറിയിപ്പാണ്. നാളെയുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.